നമ്മുടെ പശു നോക്കി തലയൻ ശുനൽ അവനിരുന്നുണ്ട് എന്തിനാ ശുന പറയുന്നുണ്ട്. നമുക്കിരുന്ന് കേട്ടാലോ? പശു നോക്കി തലയൻ പറയണതൊക്കെ അമരാവതമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഒരു അമരാവതം കേൾക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖം. തള്ളെ പറയപ്പി കേക്കട്ടെ. ഹലാൽ ടൈൽ കിട്ടും. ടൈലോ സിമന്റിന് ഹലാൽ, കമ്പി ഇരുമ്പ് കമ്പി അത് ഹലാലുണ്ട്. നീ അതില്ലാതെ കിട്ടിയ പ്രശ്നമാകുമോ? ഹലാലില്ലാത്ത പ്രശ്നം വിൽക്കാൻ പോകുമ്പോഴേക്ക് എന്തെങ്കിലും വിൽക്കേണ്ടി വന്നാൽ വിൽക്കാനല്ല നമ്മുടെ വീട് വെക്കുന്ന ഉണ്ടാക്കുന്ന വീട് ഒരിക്കലും വിൽക്കാൻ വരാതിരിക്കും. എന്നാൽ പോലും അല്ലെ വാടകയ്ക്ക് കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ കുറച്ച് നല്ല വീട് നോക്കുമ്പോൾ വാടക കൊടുക്കുന്ന വെച്ചാൽ അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റുന്നത് അത് ഹലാൽ സിമെന്റ് ഉണ്ടാക്കിയാണോ, ഹലാൽ ഇരുമ്പാണോ? ഹലാൽ ഇരുമ്പ് മേടിക്കുമ്പോൾ അതിനെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ, പ്രശാന്ത് പറഞ്ഞ പോലെ അതിനെ വിശദമാക്കാൻ വേണ്ടി അതിന്റെ എടാ തക്കാളിപ്പെട്ടി, ഒരു കാര്യം പറയട്ടെ, നിനക്കൊരു മേത്തച്ചിയെ കിട്ടാത്തതിൻ്റെ കൊണയാണെന്ന് മനസ്സിലായി. എൻ്റെ അറിവിൽ ഈ ഫുഡ് സേഫ്റ്റി, നിങ്ങൾ ആ സിമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഫുഡ് ഹലാലാണോ എന്ന് പറയുമെന്നല്ലാതെ കമ്പിയും സിമെൻറ്റും ഒക്കെ ഹലാലാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു വാഴത്തോടനും അറിയത്തില്ല, എന്നാലും ഇരുന്നുകൊണ്ട് താളം അടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഇതിന് സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മെഹ്ത, ജസ്റ്റിസുമാരായ ബി.ആർ. ഹവായി, അഗസ്റ്റിൻ ജോർജ് ബഷ് എന്നിവരുടെ കോടതിയിൽ പറഞ്ഞ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് കമ്പി വരെ ഹലാലാണ്, സിമന്റ് ഹലാൽ. തുഷാർ മെഹ്ത പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ കേൾക്കണം, നമ്മുടെ രാജ്യത്ത് വന്ന് തുടക്കം ഉണ്ടാക്കുന്നതിന് പോലും ഹലാൽ. ഇതെന്ത് രാജ്യമാണ്? ഇതെന്താ ഇസ്ലാമിക രാജ്യമാണോ? ശരീഅത്ത് ഭരിക്കുന്ന രാജ്യമാണോ? ഇസ്ലാം രാജ്യമല്ല, ശരീഅത്ത് രാജ്യമല്ല. ഇതെന്താ ഹിന്ദു രാജ്യമാണോ? ഇവിടെ ബ്രാഹ്മിൺസ് അച്ചാർ പൊടി വരുന്നുണ്ടല്ലോ. ബ്രാഹ്മിൺസ് അച്ചാർ, ബ്രാഹ്മിൺസ് പുട്ടുപൊടി, ബ്രാഹ്മിൺസ് കത്തുപൊടി, ബ്രാഹ്മിൺസ് മറ്റേപ്പൊടി, ബ്രാഹ്മിൺസ് സദ്യ. അതെന്തുവാടാ അത്? ജാതി പറയുമ്പോഴാണ് പ്രശ്നം, മതം പറയുമ്പോൾ കുഴപ്പം, ജാതി പറയുമ്പോൾ കുഴപ്പമില്ല ഇല്ലയോ? അയ്യോ, ഒരു പ്രത്യേക തരം സാധനമാണ്. അതെടാ, ഇന്ത്യയിലെ പെണ്ണുങ്ങൾ രാജ്യം ഭരിച്ചാൽ പറ്റൂലേ? ആണുങ്ങളെ ഭരിച്ചോളാം. പെണ്ണുങ്ങൾ ഭരിച്ച് നീ കണ്ടിട്ടില്ലേ? നീ നിന്റെ തന്ത മാത്രം ക്രോസായി ഉണ്ടായതാണ്. കൊച്ചച്ഛനും അച്ഛനും കൂടെ ചേർന്ന് പ്രോഗ്രാം ചെയ്തതിലുള്ളതാണോ നീ? അമ്മച്ചി ഇല്ലേ അതിനകത്ത്? ആമ്പിള്ളൊരു രാജ്യം ഭരിച്ചു. എന്താ പെണ്ണുങ്ങൾ രാജ്യം ഭരിച്ചിട്ടില്ല? ഇന്ദിരാഗാന്ധി ആയിരുന്നു നിനക്ക് അറിയത്തില്ലേ? ഓ, വല്ലാത്ത നല്ല പശു നക്കി തലയൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓട്ടം തുടങ്ങി അല്ലെങ്കിൽ വീട്ടിലൊരു കുടുംബശ്രീ യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഭക്ഷ്യവസ്തു ഉണ്ടായി, അതിന് ഹലാൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ ജമിയത്ത് ഉൽമ ഈ ഹിന്ദ് ഫീസ് എടുത്താൽ അവർ തരും സർട്ടിഫിക്കറ്റ്. ഒരു നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അഗ്മാർട്ട് അല്ലെ, അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്ന ISI ലിംഗ്വിസ് ഉൾപ്പെടെയുള്ള ഇതൊക്കെ ഭക്ഷ്യവസ്തു ഇരിക്കും. അച്ചാർ ഒരു 10 ഇരിക്കും, അതിലൂടെ ISI ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അഗ്മാർട്ട് ഉള്ളതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് വാങ്ങാം. അത് ആ ക്വാളിറ്റി പരിശോധനകൾ കടന്നുള്ളതാണ്. അത് അത്ര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സർക്കാരാണ്. അതിന് വാലിഡിറ്റി ഉണ്ട്, അത് നിയമാനുസൃതമാണ്, രാജ്യത്തെ നിയമപ്രകാരം. മറ്റെന്ത് നിയമാനുസൃതമല്ലേ? ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നിയമാനുസൃതമല്ലേ? അതെന്താടാ? അതെങ്ങനെയാണോ ജനാധിപത്യമാവുന്നത്? നിങ്ങളുടെ വിഭാഗത്തിന് മാത്രം സർട്ടിഫിക്കറ്റ് കിട്ടുക, മറ്റതിന് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യം അതാണോ പറയുന്നേ? അവർ ഈ രാജ്യത്തെ ആൾക്കാരല്ലേ? അവർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലേടാ പശു നക്കിത്തലയാ? ഒരു ബോഡിയാണ് അഗ്മാർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അല്ലെ, അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് നിയമപരമായ വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഈ ജമിയത്ത് ഉൽമ ഈ ഹിന്ദു പോലെയുള്ള സംഘടന ഒരു മുസ്ലിം ട്രസ്റ്റാണ്. അവർ കൊടുക്കുന്നു അവർ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഹോട്ടൽ നടത്തുന്നു, സാധനങ്ങൾ ഉണ്ടാക്കുന്നു, കച്ചവടം നടത്തുന്നു. അപ്പൊ ഇങ്ങനെ ഹലാലിന്റെ പേരിൽ വ്യാപകമായി ഹലാൽ 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 എന്ന് പറഞ്ഞ് നിർബന്ധിതമായി ഈ തക്കാളി മോറനാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് പരത്തി ഇല്ലാത്ത പ്രശ്നം അത്രയും ഉണ്ടാക്കിയത്. അതുപോലൊരു സാധനം കൊണ്ടാണ് ഇപ്പൊ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഹലാൽ ഇത് നടപ്പാക്കില്ല. നിർബന്ധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വേറെ കാര്യമുണ്ട്. ഇപ്പോ നമ്മൾ ഒരു മുസ്ലിം ഒരു ഹോട്ടലിൽ പോകും, തൊട്ടടുത്ത് മുരുകവിലാസം ഹോട്ടൽ, ഇപ്പുറത്ത് ഏതെങ്കിലും ഹോട്ടൽ, അതിന്റെ പേരിൽ ഹലാൽ യേശപ്പൻ ഹോട്ടൽ, അതും കൂടെ പറയടാ. മുരുകവിലാസം ഹോട്ടൽ, ഇപ്പുറത്ത് യേശപ്പൻ ഹോട്ടൽ, അപ്പുറത്ത് മുഹമ്മദ് ഹോട്ടൽ. ഈ മുസ്ലിം ഹലാൽ ഇത് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായ മാറ്റമാണ്. അതിനിപ്പോ എന്ത്? അവർക്ക് ഹലാൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി അവരത് പോയി കഴിക്കുക. അതിനിപ്പോ എന്ത്? അന്നാ കഴിക്കാൻ പാടില്ല. ഹലാൽ ഭക്ഷണം ഉണ്ടാവുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? നീയൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാളവണ്ടിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോടാ, ഇമ്പാല കാട് വരെ ഉണ്ട് ഇപ്പൊ എന്തെല്ലാം വാഹനങ്ങൾ വന്നു. നീയൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാളവണ്ടിയായിരുന്നു. അതുകൊണ്ട് വേറൊന്നും വരാൻ പാടില്ല. അത് കൊള്ളാം. ഞാൻ വല്ലതും പറഞ്ഞു പോകും, വേണ്ട. എല്ലാ ഭക്ഷണവും കഴിക്കും, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ 10-20 വർഷം
രാജ്യത്ത് ആസൂത്രിതമായി ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ പല മുസ്ലിമുകളാണെങ്കിൽ ഹലാൽ ഭക്ഷണമേ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ഇവിടുത്തെ ഹിന്ദുക്കളാണ് വർഗീയത കൊണ്ടുവരുന്നത്, എല്ലാത്തിലും മതം കൊണ്ടുവരുന്നത്. മതം കൊണ്ടുവന്നല്ലയോ? അപ്പൊ ഈ ബ്രാഹ്മിൺസ് അച്ചാറുപൊടിയും ബ്രാഹ്മിൺസ് പുട്ടുപൊടിയും ഒക്കെ എന്തരടാ? അത് ജാതിയാണോ? ഓ, മതമാണ് പ്രശ്നം, ജാതി പ്രശ്നമില്ലല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാൻ, നീ ചോവനല്ലേ, എന്നാ ചോവൻ പുട്ടുപൊടി കൊണ്ടുപോടാ. എന്നിട്ട് നീ ബ്രാഹ്മണന്മാരെ കൊണ്ട് ചോവൻ പുട്ടുപൊടി ഒന്ന് വാങ്ങിച്ചാണ് ഞാൻ കാണട്ടെ. നോക്ക്, നീ നമ്പൂരി പുട്ടുപൊടി വാങ്ങിക്കുന്ന കണക്കല്ല, നീ ചോവൻ പുട്ടുപൊടി, പൊലയം പുട്ടുപൊടി, പൊലയം പൽപ്പടി, നീ പോട്ട് പൊലയം ഉമിക്കരി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കി കൊണ്ടുപോടാ. എന്നിട്ട് അത് നീ നമ്പൂരിയെ കൊണ്ടൊന്ന് വാങ്ങിപ്പിച്ചാണ് കാണട്ട്. ഓ, നിനക്ക് അതൊക്കെ പറ്റും, ഇത് പറ്റൂല. ഈ ഒരു പ്രത്യേക തരം സാധനം അത് ആരാ ഇപ്പൊ? ഇസ്ലാമിസ്റ്റുകളല്ലടാ പൊട്ട. നമ്പൂരി പൽപ്പൊടിയും നമ്പൂരി സാധനവും നമ്പൂരി ഉണ്ടാക്കിയാൽ ഇവിടെ കലോത്സവത്തിന് പോലും നമ്പൂരി വെച്ച് വിളമ്പിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അവിടെ ഇസ്ലാം കുട്ടികൾ വരുന്നുണ്ട്. അവിടെ ഹലാലാണോ ഹറാമാണോ എന്നൊന്നുമില്ല, വിശന്നാ വല്ലതും കിട്ടുമെന്നാണ് നോക്കുന്നത്. അത് നമ്പൂരി ഉണ്ടാക്കിയോണ്ട് അങ്ങക്ക് വേണ്ടാന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ഏതെങ്കിലും മുസ്ലിം കൊച്ചുങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ കയറി കഴിക്കുന്നില്ലേ? അവർക്ക് അങ്ങനെ ഒന്നുണ്ട്, ഹലാലാണോ ഹറാമാണോ എന്ന് അവർ നോക്കുന്നില്ലല്ലോ. നമ്പൂരിയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് അരുണ്ടോടെ കിടന്ന് അടി കൂടിയതാര്? നീയൊക്കെ അല്ലേ. അപ്പം ഇവിടെ വർഗീയത ഉണ്ടോ ഇല്ലയോ എന്ന് അതിനകത്ത് തന്നെ വ്യക്തമല്ലേ? കറക്റ്റ് ആണത്. അങ്ങനെ തന്നെ വേണമെന്നാ ഞാനും പറയുന്നത്. അങ്ങനെ പാടുള്ളൂ. മുസ്ലിങ്ങളുടെ അടുത്തൊന്ന് വായിച്ചാൽ മതി, അങ്ങനെ മതി. നിങ്ങൾ നോർത്തിലോട്ട് കാണിക്കുന്ന അറാമ്പറപ്പൻ ഇവിടെ സൗത്തിലെങ്കിലും ഞങ്ങൾ റിയാക്ട് ചെയ്യട്ടടാ. മുസ്ലിങ്ങളെ ഒന്ന് വാങ്ങിച്ചാൽ മതി. എന്തിപ്പോ കുഴപ്പമെന്ത്? നിങ്ങൾക്കല്ലേ അവർ വേണ്ടാത്തത്. അവരെ വസ്ത്രം കൊള്ളൂല, അവരുണ്ടാക്കുന്നത് കൊള്ളൂല, അവർ മൊത്തത്തിൽ കൊള്ളത്തില്ല, അവരെവിടെ നാട് കടത്തണം, അങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പം അവർ കൂട്ടായ്മ ഇരിക്കട്ടെ, അവർ യുണൈറ്റഡ് ആണ്. അവരുണ്ടാക്കി അവർ തിന്നോട്ട്. നീയൊക്കെ പട്ടിണിയടാ, അല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടാക്കി നീ വേറെ തിന്നെ. അവരങ്ങനെ കടന്നോട്ട്. ഇനിയിപ്പോൾ എന്ത്? നല്ല സൗകര്യം ഉണ്ടെങ്കിൽ സഹിച്ചാൽ മതിയെന്ന്. ഞങ്ങളുടെ കച്ചവടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ ഉണ്ടാക്കുന്ന സാധനം പഠിക്കും. ബാക്കിയുള്ളവർ വേണം മേടിക്കും. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? ഹലാലുള്ള കുഴിമന്തി തിന്നാൻ പോകുമ്പോൾ അവർ അഡീഷണൽ ആയിട്ട് ആ കുഴിമന്തി തന്നെ അവരുടേതല്ലേ, അവരുണ്ടാക്കി അവർ തിന്നിട്ട്. നിങ്ങൾ തിന്നണ്ട, നിങ്ങൾ ചോറും കറിയും വെച്ച് തിന്നി. അവർ കുഴിമന്തി ഉണ്ടാക്കി തിന്നിട്ട്, ബിരിയാണി ഉണ്ടാക്കി തിന്നിട്ട്, അതൊക്കെ അവരുടേതല്ലേ, നിങ്ങൾ തിന്നണ്ട. ഇസ്ലാമിനെ വേണ്ടെന്ന് പറയുമ്പോൾ നീ ബിരിയാണി വേണ്ടെന്ന് പറയണ്ട. ബിരിയാണി ഇസ്ലാമിന്റെ അല്ലേ? അല്ല, ആരാണിപ്പോ ഹിന്ദു? അതും കൂടെ നീ പറഞ്ഞാണ്. നീ ചോവനല്ലേ? എന്നാ നീ ചോവൻ ബിരിയാണി ഉണ്ടാക്കും, എന്നിട്ട് നമ്പൂരിയെ കൊണ്ട് തീറ്റിയിട്ട് കാണട്ട്. അല്ലടാ, ഞാൻ അറിയാത്തോണ്ടിരിക്കുന്നത്. നീ അമ്പലത്തിനകത്ത് പോയി ചിക്കൻ കറി വെച്ച് കൊടുക്കുമോ ആർക്കെങ്കിലും? പറ്റൂടാ? അവിടെ പറ്റത്തില്ലെന്ന് പറയുന്നില്ല. അതല്ലേടാ ശരിക്കും പറഞ്ഞ വർഗീയത. അമ്പലത്തിനകത്ത് ചിക്കൻ കറി കയറ്റാൻ പറ്റത്തില്ല, അങ്ങനെയാണോ? ഈ ഏതെങ്കിലും മസ്ജിദിൽ പോയിട്ട് ഇവിടെ വെജിറ്റബിൾ കയറ്റാൻ പറ്റത്തില്ല നീ ഒന്ന് പറഞ്ഞു നോക്കിയാണ്. അവർ പറയും കുഴപ്പമില്ല, നിങ്ങൾ വെജിറ്റബിൾ കൊണ്ടുവന്ന് വെച്ചോന്ന് പറയും. അവിടെ ആഹാരത്തിനൊന്നും വിലക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വിലക്കുണ്ടല്ലോ. അമ്പലത്തിനകത്ത് കയറ്റുമോ? ഇതാണ് കുശുമ്പ്, അസൂയ. അവർ സമ്പന്നരാകുന്നതിനുള്ള വെപ്രാളം. കച്ചവടത്തിലാണ് ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ പിള്ളേർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. അവന്മാർക്ക് ബോധവും കൂടെ വന്നാൽ നിന്റെ കണ്ണാക്കിൽ അടിച്ചു തരും അവന്മാര്. ഞാൻ ആ പയ്യന്മാരെ ഞാൻ വഴക്കുറയും. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവന്റെ ബാക്കിൽ നിങ്ങൾ ഇത് വിശാലമാക്കി കൊടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ ഇവ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ ആർമാദിക്കുന്നത്? ഒരു പെങ്കൊച്ചിനെ ഒന്ന് നോക്കി അവളെ കയറി പിടിക്കാനൊന്ന് ശ്രമിച്ചതിന് ഇങ്ങനെ അടിക്കണോടാ? അടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലേ പശു നോക്കി തല ഇങ്ങനെ ഇരുന്ന് വായ്ത്താളം അടിക്കണ നാറി. അത് ദൈവത്തെ തർപ്പിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്തപ്പെടും അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമോ? ഇവിടെ ക്രൈസ്തവരുടെ കേക്ക് പോലും കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല പെണ്ണ് ജസ്ന സലീം ഒരു കേക്ക് അവിടെ കൊണ്ട് കട്ട് ചെയ്തതിന് നീയൊക്കെ കൊണ്ടുപോയി കേസ് വരെ കൊടുത്തില്ലേ? മാത്തച്ചി ആയതുകൊണ്ടല്ലേ. മാത്തച്ചിയാണ് അവൾ പറയണ അതിനകത്ത് മുട്ടയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അതിനകത്ത് മുട്ടയുണ്ട്, എൻ്റെ മറ്റത് മറിച്ചു പോയെന്നൊക്കെ പറഞ്ഞ ആ പെണ്ണിനെതിരെ കേസ് കൊണ്ട് കൊടുത്തത് ആരടാ? വർഗീയവാദി ആരടാ? നമ്മളാണോ അവക്കെതിരെ കേസ് കൊടുത്തത്? നീയൊക്കെ അല്ലേ കേസ് കൊടുത്തത്? കണ്ണൻ എല്ലാവരുടേതാണെന്ന് പറഞ്ഞ് കണ്ണോ എന്ന് പറഞ്ഞിട്ട് പോയ അവളാ കേസിൽ കൊടുത്ത് കുടുക്കിയത് നീയൊക്കെ അല്ലേടാ? തിരുവോസ്തി കൊടുത്താൽ അത് പുറത്ത് കിട്ടത്തില്ലെന്ന് എനിക്ക് എല്ലാ ബോധമുണ്ട്. അവർ പുറത്ത് വന്നാൽ കഴിക്കും, എന്താ കുഴപ്പം? അതിനിപ്പോൾ എന്താ? അവർ തരുമെന്ന് വരും, അവരത് കൊടുക്കത്തില്ല. തിരുവോസ്തി വന്നാൽ കഴിച്ചാൽ എന്താ? ഇത് ആരാ പറഞ്ഞേ അരവണ കഴിക്കത്തില്ലെന്ന്? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പോയിട്ട് വന്നാൽ അരവണ തന്നില്ലെങ്കിൽ അടിയുണ്ടാക്കും ഞങ്ങൾ.
ഞങ്ങൾക്ക് അരവണ തിന്നേ പറ്റുള്ളൂ. ആരാടാ നിൻ്റെ അടുത്ത് ഇത് പറഞ്ഞേ അരവണ കഴിക്കില്ല എന്ന്? ഇതൊക്കെ ആരാ നിൻ്റെ അടുത്ത് ഈ പൊട്ടത്തരം പറഞ്ഞേ? അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം കഴിക്കാത്ത മനുഷ്യരുണ്ടോ? ആരാണ് അത്? അത്രയും ബോധം ഇല്ലാത്തത് ആരാണുള്ളത്? ഇത് ആരാ നിൻ്റെ അടുത്ത് ഈ വർത്തമാനം പറഞ്ഞ? ഇവൻ പറയണ ഇവനാണ് ശരിക്കും പറഞ്ഞ വർഗീയവാദി. എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ശബരിമല പോയിട്ട് വന്നിട്ട് വല്ലതും തന്നിട്ടില്ലെങ്കിലാണ് ഇടി കൊടുക്കാൻ തോന്നുന്നത്. പൊരിയോ ഉണ്ണിയപ്പോ ഒക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇപ്പം അതൊക്കെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം അരവണ പായസം മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ പൊരി കൊണ്ടുവരും. അതേപോലെ പിന്നെ ഉണ്ണിയപ്പം ഉണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ അടിയായിരുന്നു. ഇവ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങളുടെ വിശ്വാസപ്രകാരമൊന്നും ഞങ്ങൾ കഴിക്കില്ല എന്ന് ക്രിസ്ത്യാനിയോടും ഹിന്ദുവോടും പറയാം. എന്നാൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരമൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് സ്വാതന്ത്ര്യമാണ്. അത് തെറ്റല്ലേ? അത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഹലാലിന് വിശ്വാസപരമായ ഒരു ചൂഷണമുണ്ട്, മതപരമായ സാമ്പത്തികമായ ഒരു ഇതറിയാതെയാണ് ഹലാൽ പ്രോഡക്ട്സ് വാങ്ങി ഹലാൽ സ്ഥാപനങ്ങളിലേക്ക് മറ്റുള്ളവർ പോകുന്നത്. ഇത് വലിയ തോതിൽ ഭിന്നത ഉണ്ടാക്കാനും സ്വന്തം സമുദായത്തെ മാത്രം ശക്തിപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ്. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് കേരളത്തിൽ കുറച്ച് നാൾ പരസ്യമുണ്ട് ഹലാൽ ഫ്ലാറ്റിൽ മലബാറിലുണ്ട് ഹലാൽ ഫ്ലാറ്റിൽ. അതെന്താണ് ഈ പറഞ്ഞ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഫ്ലാറ്റിന്റെ ഭാഗിച്ചു ഹലാലാക്കാൻ വേണ്ടി എനിക്കറിയില്ല. ഹലാൽ ഫ്ലാറ്റ് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായോ? അതായത് സുന്നത്ത് കല്യാണത്തിനെ വെച്ച് കളിയാക്കുന്നതാണ്. ഒരു ഭാഗം ഇടിച്ചു കളയോ എന്നുള്ളത് എന്നാണ് അവൻ ചോദിക്കുന്നത്. സിമ്പിളാണ്. ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളാണ്. നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൽ വേറെ മറ്റു സമുദായക്കാരുടെ ശല്യമില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് ഹലാൽ ഫ്ലാറ്റ്. സിമ്പിൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹലാൽ ഫ്ലാറ്റ് വേറെ ഒരു ജാതി, ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു ഹിന്ദുവില്ല, നമ്മുടെ ആൾക്കാർ മാത്രമുള്ള ഫ്ലാറ്റാണ്. അത് നല്ല കാര്യമല്ലേ? അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. തോണ്ടി പിച്ചി മാന്തി കടിച്ച് പിടിച്ച് എന്നൊന്നും ഇല്ലല്ലോ. അവരവരെ കാര്യം നോക്കി നിങ്ങൾക്ക് അവരെ വേണ്ടല്ലോടേ. നിങ്ങൾക്ക് അവരെ വേണ്ടല്ലോ, നിങ്ങൾക്ക് അവരെ പറ്റൂലല്ലോ. അപ്പൊ അവരൊറ്റയ്ക്ക് ജീവിക്കട്ടെ. അവരെ നിങ്ങൾ മൊത്തത്തിൽ പൂട്ടിയാലൊന്നും പൂട്ടാനും പോകുന്നില്ല. അവരവരെ വാട് നോക്കി ജീവിച്ചു പോട്ട്. ഇനിയിപ്പോൾ എന്ത്? നിങ്ങൾക്ക് ചേർന്ന് ജീവിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല. പിന്നെ അവരൊറ്റയ്ക്ക് ജീവിക്കട്ടെ. അവരെ പൈസ ഉണ്ട്, അവർ തനിച്ചൊരു പ്രദേശം എടുക്കുന്ന അവിടെ വീട് വയ്ക്കുന്ന അവിടെ ജീവിക്കുന്ന. അതിനിപ്പോൾ എന്ത്? നല്ല കാര്യമില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. കൊലയും കയറാൻ ഒക്കൂല, ചോവം കയറാൻ ഒക്കത്തില്ല, ചൂത്തരം കയറാൻ ഒക്കത്തില്ല. നമ്പൂരികളാണെങ്കിൽ നമ്പൂരി അഗ്രഹാരങ്ങളിൽ വേറെ ആരെങ്കിലും പോയി താമസിക്കൂ? അവിടെ നമ്പൂരിശ ബ്രാഹ്മണൻ മാത്രമേ താമസിക്കൂ അല്ലേ? ചോവന്മാർ മാത്രം വേറെ, പെലയന്മാർ മാത്രം വേറെ, അങ്ങനെയല്ലേ? കോളനികളെല്ലാം താഴ്ന്ന ഷെഡ്യൂൾ ക്ലാസ്സുകൾക്ക് മാത്രം, വേറെ ആരെ അവിടെ താമസിപ്പിക്കത്തില്ല. ഏതെങ്കിലും ഒരു നമ്പൂരി ഒരു പിന്നെ കോളനിയിലുണ്ടോ? നിങ്ങളൊന്ന് കാണിച്ചു തരാമോ? ഏതെങ്കിലും നമ്പൂരി അശൻ ഉണ്ടോ? ഇല്ലല്ല. നിങ്ങൾക്ക് അങ്ങനെ താമസിക്കാമെങ്കിൽ പിന്നെ അവർക്ക് താമസിച്ചൂടെ? ആശുടാ ഇവർക്ക് മാത്രം എങ്ങനെയാണല്ലോ അവർക്ക് അങ്ങനെ പറ്റത്തില്ല. ഈ ഒരു പ്രത്യേകതരം ശുനായാണല്ലോ, ഒരു പ്രത്യേകതരം സംഗതിയാണല്ലോ അത്. ഇനി അത് മുറിച്ചു അപഹസിക്കാൻ പറയുന്നു. പബ്ലിക്കായിട്ട് അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു നിയമവ്യവസ്ഥ വേണമെന്നുള്ളതിന്റെ അനിവാര്യമാണ് പറയുന്നത്. അയാളുടെ വാക്കുമൂലത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഞാൻ അപഹസിക്കാൻ വേണ്ടി പറയുക തന്നെയാണ്. ഒരു മതവിഭാഗത്തിനെ അപഹസിക്കുകയാണ് ചെയ്യുന്നത്, വിമർശനമല്ല. ഈ അപഹാസ്യത്തിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അതാണ് നിങ്ങൾ ഈ അനിവാര്യമായി ഉണ്ടാക്കേണ്ടത്. ഒരു അസോസിയേഷനാണ്. നിങ്ങൾ അനിവാര്യമായിട്ട് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ പക്കാ കേസ് കൊടുക്കുക. അയാൾ തന്നെ പറയുന്നുണ്ട് അപഹസിക്കുകയാണെന്നാണ് പറയുന്നത് ഒരു മതവിഭാഗത്തിനെ. കേൾക്കുന്നില്ലേ അത്? അപഹസം. ഇത് ഫലപ്രദമായി ഇത് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇതുകൊണ്ട് യുപിയിലോട്ട് യോഗി എന്താ ഇനി അത് മുറിച്ചു കളഞ്ഞാണോ അറിയില്ല. അത് ഉപയോഗിച്ചാലെങ്കിൽ ഏതെങ്കിലും ആട്ടെ നമ്മൾ അപഹസിക്കാൻ പറയുന്നത് അപഹസിക്കാൻ തന്നെ പറയുന്നതാണ്. സംശയം മനുഷ്യനെ സംശയിക്കേണ്ട, അപഹസിക്കാൻ മനുഷ്യനെ ഡിവൈഡ് ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് ഫലപ്രദമായി ഇത് ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇതുകൊണ്ട് യുപിയിലോട്ട് യോഗി ഹലാലിനെ ചവിട്ടിക്കൂട്ടി കളഞ്ഞിട്ട് നവംബർ 23 യോഗി നോക്കുമ്പോൾ യോഗി റിപ്പോർട്ട് എന്തൊക്കെ അറിയാം? ഉത്തർപ്രദേശിൽ സിമന്റിന്റെ ഹലാൽ നേരത്തെ പറഞ്ഞത് അതാണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി സിമന്റിന് ഹലാൽ, കമ്പിക്ക് ഹലാൽ, കമ്പി ഹലാൽ, ഹലാൽ സിമന്റ് അങ്ങനെയുള്ള സിമന്റുകളെ ഇങ്ങനെ സിമന്റുകളുടെ ബ്രാൻഡ് നോക്കി ഹലാൽ എന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ കയറ്റി വിദേശത്തെ കഴിക്കാവുന്ന സാധനങ്ങൾ ഒഴികെ ഒന്നിനും ഹലാൽ പാടില്ല. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ ശരി കയറ്റി വിടുന്നതിനകത്ത് നീ ഹലാൽ വെക്കേണ്ടടാ, അതും കൂടെ ചെയ്. അപ്പൊ നിന്റെ സാധനങ്ങൾ അവിടുന്ന് ആളുകൾ എടുക്കും. ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തിയാലേ ഇവിടെ നിൽക്കാനും ഒക്കുള്ളൂ. കയറ്റുമതി കൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു രാജ്യം കൂടെയാണ് ഇന്ത്യ. അപ്പൊ അതും കൂടെ നിർത്തലാക്കണം. എന്നിട്ട് ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കയറ്റി വിടും. അവരെ പട്ടി വാങ്ങിക്കും. പതാഞ്ജലി അവിടെ പോണത് ഹലാൽ സർട്ടിഫിക്കറ്റോടെ. നിർത്തലാക്കാൻ പറയടാ, അതല്ലേ നല്ലത്. ബീഫ് അതും ഹലാൽ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് പോകുന്നത്. നിർത്തലാക്കാൻ പറ. അത് നല്ല കാര്യം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കേരളത്തിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് വേണമെന്ന് തന്നെ പറയുക. നിങ്ങൾ 26% നിങ്ങൾക്കത് ആവശ്യപ്പെടാം. നിങ്ങൾക്ക് ബലമുള്ളിടത്ത് നിങ്ങൾ ശക്തരാവുക തന്നെ വേണം. ശക്തിയോടുകൂടി നിങ്ങൾ ഇതിനെ എതിർക്കുക തന്നെ വേണം.
ഇത്തരത്തിൽ പോക്കൃത്തരം പറയുന്നവർക്ക് അങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. ഞങ്ങളുടെ നിയമം അതാണ്. മതനിയമം അനുസരിച്ചിട്ട് ഹലാലായ ഫുഡേ ഞങ്ങൾ കഴിക്കും. ചത്തതിനെ തിന്നൂല ഞങ്ങൾ ഹലാലായി ദൈവത്തിന് സമർപ്പിച്ചതേ ഞങ്ങൾ കഴിക്കുള്ളൂ. ഇനി ഏത് ഭക്ഷണമാണെങ്കിലും ബിസ്മി പറഞ്ഞ് കഴിയുമ്പോൾ അത് ഹലാലാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ലേ? അമ്പലത്തിൽ കയറുമ്പോഴത്തേക്ക് ഇറച്ചി മീനും കഴിക്കൂലല്ലോ. എന്നാൽ ഇറച്ചിക്കറി മീൻ കറി അമ്പലത്തിനകത്ത് കൊണ്ടുവച്ച് നീ ഒന്ന് തിന്ന് കാണിയിട. അങ്ങനെ ഞങ്ങൾ ചെയ്താൽ നിങ്ങൾ വിടുവോ? നിങ്ങൾക്കൊരു നിയമം, ഞങ്ങൾക്കൊരു നിയമമാണ്. അപ്പം പുലയൻ പൽപ്പടി ഉണ്ടാക്കി കൊണ്ടുപോടാ, പുലയൻ ടൂത്ത് പേസ്റ്റ് കൊണ്ടുപോവാ, കാണട്ടെ. ആ മതരാജ്യത്തിൽ ഹലാൽ ഇന്ത്യ മതേതര രാജ്യമാണ്. അവിടെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ മതേതര രാജ്യമാണ്, പക്ഷെ ജാതി അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വിഭാഗീയത പറ്റും. ബ്രാഹ്മൺസിന്റെ പുട്ടുപൊടി പറ്റും, പുലയൻ പുട്ടുപൊടി പറ്റത്തില്ല. നീ ചോവം പുട്ടുപൊടി ഇറക്കും. കച്ചവടക്കാർക്ക്, അത് BJP ബന്ധമുള്ള ഹിന്ദു കച്ചവടക്കാർ വിദേശത്ത് വിൽക്കാൻ ഹലാൽ വെക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഹലാൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളുടെ ആളുകൾ ഉണ്ടാക്കുന്ന സാധനം പറയുന്നത് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഹലാൽ സർട്ടിഫിക്കറ്റ് വെച്ച് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അതൊരു മതരാജ്യമായതുകൊണ്ട് ഇവിടുന്ന് കയറ്റി വയ്ക്കും. തപ്പല്ലേടാ. മതരാജ്യത്ത് അവിടെ ഇതുപോലത്തെ അവിടെ എടുക്കത്തില്ല. ചെവിക്കൽ വിളക്കം നിനക്ക് നല്ലൊരു മേത്തന്റെ കയ്യിൽ നിന്ന് ഒരു ഊക്കനൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രാന്ത് മാറും. നല്ലൊരു അടിയുടെ കുറവ് ഞാൻ കാണുന്നുണ്ട്. അത് പേത്തം തന്നെ തരണം. മേത്തച്ചി തന്നാലും മതി. എൻ്റെ നേർക്കം കാണാൻ വരാണെങ്കിൽ ചെവിക്കൽ വിളക്കം ഒരെണ്ണം തരാം. നിനക്ക് ഇത്ര കുത്തിക്കഴപ്പുണ്ടാകും. ഈ നടത്തിയ കുത്തിക്കഴപ്പൊന്നും പോരല്ലേടാ മാറി. അവരും എല്ലാ രാജ്യങ്ങളും കയറ്റുമതി നടന്നുണ്ട്. ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ ഹലാൽ വേണ്ടതാണ് ഹലാൽ വരും. അമേരിക്ക പോകുമ്പോൾ ഹലാൽ വെക്കത്തില്ല. ഒരേ കമ്പനി തന്നെ ഇപ്പൊ ജിയോ ആവട്ടെ അല്ലെങ്കിൽ റിലയൻസ് നിരോധിച്ചതിനെതിരെ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ജുമിയത്ത് ഉൽമ ഈ ഹിന്ദ് സുപ്രീം കോടതിയിൽ ആ സുപ്രീം കോടതിയിൽ കേസ് ഇന്നലെ വന്നപ്പോഴാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നിയമം ഹലാൽ ഉപയോഗിക്കാം. ഇന്ത്യക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനം ഇപ്പൊ ഇത് ഒരു മതവിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹലാൽ വെച്ചിരിക്കുന്നത്. നീ എപ്പോഴാ അമ്പലത്തിൽ കയറാൻ തുടങ്ങിയത്? നിനക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴാ കിട്ടിയത്? ഈ മേത്തന്മാർ വിചാരിച്ചിട്ടല്ലേ നടന്നത്? മേത്തന്മാരില്ലായിരുന്നേ നടക്കുമായിരുന്നടാ ലെവലാതി. എന്തെങ്കിലും മേത്തന്മാരില്ലാതെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. മേത്തച്ചി പെണ്ണിന് ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയെ കൂടെ നിർത്തിക്കൊണ്ട് അവളെ കയറി പൂശാൻ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവന്മാരെടുത്തിട്ട് 2 അടി എന്നപ്പോഴത്തേക്ക് നിനക്ക് മേത്തന്മാർ പ്രശ്നക്കാരായി. ഇവനെയൊക്കെ ഉണ്ടല്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ട്. എന്തായാലും കൊള്ളാട്ടോ. ജാതീയ വർഗീയത മാത്രം പറയുന്ന ഒരു പ്രത്യേകതരം ജന്തുവായ നിന്നെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ജാതി പ്രശ്നം കുഴപ്പമില്ല, കൊള്ളാടാ. എന്തായാലും കൊള്ളാം. നല്ല നമസ്കാരം. അതിനപ്പുറം എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. ABC മലയാളം ചാനലായാലും ഇസ്ലാമിക വിഭാഗത്തിനെ അവഹേളിച്ചു കൊണ്ടുള്ള വർത്തമാനം പറയുന്നവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാതെ മൗനമായി ഇരിക്കുന്നതും തെറ്റാണ്. അത് ഞാൻ പണ്ട് ബാഹുബലി സിനിമ കണ്ടപ്പോൾ കണ്ട ഒരു കാര്യമാണ്. ദുഷ്ടന്റെ ചെയ്തികളെക്കാൾ കൂടുതൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പവറുള്ള നല്ലവന്റെ മൗനമാണ് പ്രശ്നം. ആ മൗനം നിങ്ങൾ വെടിയാത്തെടുത്ത് ഞങ്ങളിത് നിർബാധം കേട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇവിടെ ജാതി വ്യവസ്ഥയുണ്ട്. ജാതി അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിൽ ഇവർ വേർതിരിവുകൾ ഉണ്ട് തന്നെയാണ്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള കഴിക്കാൻ പറ്റാത്തവർ കഴിക്കൂല. അത് പറഞ്ഞുകൊണ്ട് ഒരു മതവിഭാഗത്തിലുള്ളവർ പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതും UP ഇതൊക്കെ നടത്തി എന്ന് പറഞ്ഞ അഭിമാനപൂർവ്വം ഇവിടെ പറയുന്ന ഇവൻ്റെ അടുത്തൊക്കെ UP പോയി താമസിച്ചു എന്ന് പറയാം. ഇവിടെ പറ്റൂല എന്ന് തന്നെ പറയും. അതിന് നിങ്ങൾ സ്ട്രെങ്തൻ ആവുക. 26% എന്നുള്ളത് ഞാൻ വീണ്ടും അടിച്ചു പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ശരിവെക്കുക. മന്ത്രിസഭയിലേക്ക് നിങ്ങളിലെ 10 പേരെങ്കിലും വരണം എന്നുള്ളത് അനിവാര്യമാണ്. 12% 10 പേരെ കയറ്റാമെങ്കിൽ 26% 10 പേരെ കയറ്റാം. അതിനുള്ള ബാക്ക് വർക്കുകൾ നിങ്ങൾ നടത്തുകയാണ് വേണ്ടത്. അനിവാര്യമായി വേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ ഈ പണ്ഡിത ശിരോമണികൾ പാണ്ഡിത്യത്തോടു കൂടി ഇരുന്ന് അലയ്ക്കുന്നവർക്ക് മൈക്ക് കൊടുക്കാതിരിക്കുക. പള്ളിയിൽ വന്നിരുന്നുകൊണ്ട് അലച്ചിട്ട് പോട്ടെ എന്ന് വയ്ക്കുക. മൈക്ക് കൊടുക്കുമ്പോഴാണല്ലോ ഇത് വിശ്വാസികൾ മുഴുവൻ കേൾക്കുന്നതിന് ഇപ്പോൾ അവിശ്വാസികളും കേട്ടിട്ട് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബി കെയർഫുൾ, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. അതിനെതിരെ കർശനമായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഈ യോഗിയാണ് ഇനി അടുത്ത് ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്നാണ് ഒരു അറിവ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം വലത്തത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും എന്നുള്ളത് വസ്തുത. മനസ്സിലാക്കിയാൽ നല്ലത്. പറയാനുള്ളത് നമ്മൾ പറഞ്ഞെന്ന് വെച്ചെന്നേ ഉള്ളൂ. പശുനക്കി തലയൻ ചൂനക്കി ഈ പറഞ്ഞ നാറി ഇവന് നല്ല ചുട്ട അടിയുടെ കുറവാണ്. ആ നാട്ടിലേതെങ്കിലും ബോധമുള്ള ഹിന്ദുമത വിശ്വാസികൾ തന്നെ 2 പൊട്ടിച്ചാൽ തീരാവുന്ന കുത്തിക്കഴപ്പാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.